ശ്രീ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. നമസ്കാരം. ഞാനെന്നുള്ളത് ഒറ്റപ്പാലത്തെ കടമ്പൂർ ദേശത്തെ ശ്രീ പനയൂർ ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ കാവിൻ്റെ ചിരപുരാതനമായ ചരിത്രവും ഐതിഹ്യവും നമുക്ക് മേൽശാന്തിയോട് ചോദിച്ച് മനസ്സിലാക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ ആ അവകാശികൾ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ ആ ചരിത്രം തുടങ്ങുന്നതിനും മുമ്പ് ഈ ക്ഷേത്രമുണ്ട് എന്നുള്ളതാണ് രേഖകളിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് പറയുന്നത്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികൾ അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. ആ പാരമ്പര്യത്തിൽപ്പെട്ട ആൾക്കാർ ഈ ദേശത്ത് വന്നപ്പം മുതൽ, അല്ലെങ്കിൽ വേമഞ്ചേരി മന എന്നാണ് അവരെ അറിഞ്ഞിരുന്നത്. അത് ഈ ദേശത്ത് വന്നതിന് ശേഷം അവർ കടമ്പൂരാവുകയും ഈ ദേശം കടമ്പൂരാവുകയും അതുകൊണ്ട് അവർ കടമ്പൂർ മന എന്ന് അറിയപ്പെടുകയും ചെയ്യുന്ന അവരുടെ അധീനതയിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ്. വള്ളുവനാട്ടിലെ അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഭദ്രകാളി ക്ഷേത്രമാണ് കടമ്പൂർ ശ്രീ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. വടക്കോട്ട് ദർശനമുള്ളതും ഉഗ്രമൂർത്തി ഭാവത്തിൽ ഇരിക്കുന്നതുമായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ കണ്ടത്താർ പ്രതിഷ്ഠയും പടിഞ്ഞാറേ നടയിൽ ആൽമരച്ചുവട്ടിൽ നാഗപ്രതിഷ്ഠയും നിലകൊള്ളുന്നു. ഈ വേമഞ്ചേരി മനയുടെ പൂർവികർ അവർ ഈ പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ അല്ലെങ്കിൽ അഗ്നിഹോത്രിയുടെയൊക്കെ താഴ്വഴിയിൽപ്പെട്ടവരാണ്. ആ ഇവർ ഇത് കൊണ്ട് നടന്നിട്ടുള്ള അവർ ആരാധന നടത്തിയിരുന്ന ഇതെന്ന് പറയുമ്പം പിന്നീട് ഒരിക്കൽ അവരുടെ കയ്യിലേക്ക് അവരിവിടെ വന്നതുകൊണ്ട് ഈ ക്ഷേത്രം അതിനും മുമ്പുണ്ടായിരുന്നതും അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് ഇവരുടെ ഭരണത്തിൽ അത് വരികയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അവർക്കും മുമ്പ്, ആ ചരിത്രത്തിന് മുമ്പ് അവരുടെ ഇവിടത്തേക്കുള്ള വരവ് അല്ലെങ്കിൽ പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ ആ കഥകൾക്ക് അതിനോട് യോജിച്ച് തന്നെ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമാണെന്നും അവർ നടത്തിപ്പോന്നിരുന്ന ഈ അവരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള ഒരു ആരാധിക്കാൻ പാകത്തിനുള്ള ഒരു ക്ഷേത്രമായിട്ട് ഇത് വളർന്നു വരികയും വളരെ പഴക്കം ചെന്നപ്പോൾ തന്നെ ഇവിടുത്തെ, ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 15 വർഷമായിട്ടുള്ളൂ, അതിനുള്ള ചരിത്രങ്ങളെ കേട്ടറിവുകളാണ് ഈ അറിയുള്ളൂ കറക്റ്റായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പന്തീരകുല പെരുമ കൈമുതലായ അഗ്നിഹോത്രി പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന കടമ്പൂർ വേമഞ്ചേരി മനക്കാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാർ. കാലദേശഭേദമന്യേ ശ്രീ പനയൂർക്കാവിലമ്മയിൽ വിശ്വാസമർപ്പിച്ച് ഭക്തജന ലക്ഷങ്ങളാണ് ഈ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നത്. വളരെ പഴക്കമുണ്ടെന്ന് ഇവിടുത്തെ ചില തൂണുകൾ, ഈ പുറകിലൊരു തൂണുണ്ടായിരുന്നു ഈ മണ്ഡപത്തിൽ, അതിൻ്റെ ഉള്ളിൽ പഴയ മലയാള ലിപിയിലാണ് അതിലെ കാലപ്പഴക്കം എഴുതിയിരിക്കുന്നത്.
അപ്പം അത്ര ആ രീതിയിൽ പോലുമുള്ള ഒരു പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഒരു വനദുർഗാഭാവത്തിലുള്ള ഭഗവതിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഉള്ളു തുറന്ന് അല്ലെങ്കിൽ നടുവശമോ ഇതായിട്ട് മഴയും വെയിലും എല്ലാം കൊള്ളാൻ പാകത്തിനുള്ള ഭഗവതി എന്നുള്ളതാണ്. അതായത് ഒരു വനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പഴയ ഒരു ഇതിലാണ് ഇവിടെ ഈ ഭഗവതിയെ കുടിയിരുത്തിയിരിക്കുന്നതും ആരാധന നടത്തിപ്പോരുന്നതും. പിന്നീട് പക്ഷേ ഇതായി ഇപ്പോൾ ഒരു 2 നവീകരണ കലശം ഇപ്പം ഈ ഇതിലായിട്ട് നടക്കുകയുണ്ടായി. അതിനിപ്പം ഏറ്റവും അടുത്ത് 21-ലാണ് നവീകരണ കലശം നടന്നത്. 21-22-ലായിട്ടാണ് നവീകരണ കലശം നടന്നിട്ടുള്ളത്. വിശിഷ്യ ഉത്സവകാല ദിനരാത്രങ്ങളിൽ ഒട്ടനവധി ഭക്തജനങ്ങളും തട്ടകദേശത്തെ നിവാസികളും കേരളത്തിൽ അകത്തും പുറത്തുനിന്നുമായി അനേകരും ഭഗവതിയുടെ അനുഗ്രഹം തേടി ദേവീ സന്നിധിയിൽ എത്തിച്ചേരുന്നു. പൊതുവെ ഈ ക്ഷേത്രം ഈ അടിമക്കാവ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് വരുന്നത്. അതായത് ഇവിടെ അടിമ കടക്കുക എന്ന് പറഞ്ഞാൽ തൻ്റേതായ എല്ലാ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും എല്ലാം നിദാനം ഈ ഭഗവതിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഭഗവതിയുടെ അടിമയായി മാറുകയും പിന്നീട് അത് ആരാധന തുടർച്ചയായി കൊണ്ട് നടക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അടിമക്കാവ് എന്നുള്ള ഒരു രീതിയാണ് ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആരാധനാ രീതികളെല്ലാം നിലനിൽക്കുന്നത്. വളരെ ദൂരെ തന്നെ ഇവിടുന്ന് വിട്ടുപോകുന്നവർ അവർ മറ്റു സ്ഥലങ്ങളിൽ ചെന്നാലും ഈ അടിമ എന്നുള്ളതിനെ പുതുക്കുകയും വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്നു പോവുകയും ചെയ്യുന്നത് ഇവിടുത്തെ ഭക്തരുടെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്താണ് ഭഗവതിയുടെ ഉപാസകനായിട്ടുള്ള കണ്ടത്ത് രാമൻ നായർ എന്ന കണ്ടത്താർ പ്രതിഷ്ഠയുള്ളത്. കുളങ്ങര നായരാണ് കണ്ടത്താർ ക്ഷേത്രത്തിലെ പൂജാതി ക്രിയകൾ നടത്തിവരുന്നത്. കണ്ടത്താർ ക്ഷേത്രത്തിൽ ഗുരുതി, പൂജ, കലശപൂജ, വെറ്റിലമാല, നീരാഞ്ജനം, വെള്ളനിവേദ്യം, പായസം എന്നീ വഴിപാടുകൾ വിശേഷാൽ വഴിപാടുകളായി നടത്തിവരുന്നു. എല്ലാ ദിവസവും വന്നു പോകുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലത്തെ ഒരു ആരാധനാ രീതിയല്ല. വർഷത്തിലൊരിക്കലെങ്കിലും ഇവിടെ നിശ്ചയമായും വന്നു പോകുന്ന ഒരു ആരാധനാ രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അത് എത്ര ദൂരെയാണെങ്കിൽ പോലും അവർ ആ ഒരു സമയത്ത് ഒരു രീതിയിൽ ഇവിടെ വന്നു പോവുകയും മറ്റതൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാണുന്ന ഒരിതാണ് ഇവിടെ തന്നെ വന്ന് ഓരോ ഭക്തർക്കും അവർക്ക് തന്നെ നേദ്യം വച്ച് ആ നേദ്യം അവർക്ക് തന്നെ ഭഗവതിക്ക് നേദിച്ച് പോകുന്ന ഒരു രീതി ഇവിടെയുണ്ട്. ആ രീതി മറ്റു പല സ്ഥലങ്ങളിലും കാണാതെ ഇവിടെ കാണുന്നതാണ്. അതിനായിട്ട് പ്രത്യേകിച്ചുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അവിടെ അടുപ്പും മറ്റു സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അത് എന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ പൊങ്കാല എന്നൊക്കെ പറഞ്ഞറിയപ്പെടുന്നത് ഒരു ദിവസമാണെങ്കിൽ ഇവിടെ 366 ദിവസവും അവർക്കിത് വന്ന് ചെയ്യാവുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ട്. അവർ തന്നെ വിറക് കൊണ്ടുവരിക, അവർ തന്നെ പാത്രം കൊണ്ടുവരിക, അടുപ്പ്, അങ്ങനെയുള്ള ഒരു മറ്റ് പല സ്ഥലങ്ങളിലും കാണാത്ത ഒരു രീതി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതും ഈ ക്ഷേത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ വ്യാപകമായ രീതിയിൽ ഇവിടുത്തെ ഭക്തർ വിശ്വസിച്ച് പോരുന്ന ഒരു ഇതാണ് അവനവൻ തന്നെ നേദ്യം കൊടുക്കുക എന്നുള്ള ആ ക്രിയ. കണ്ടത്താർ ക്ഷേത്രത്തിലെ ഗുരുതി പൂജ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് നടത്തിവരുന്നു. ഗുരുതി പൂജയുടെ മഹാത്മ്യം അറിഞ്ഞ്
നിരവധി പേരാണ് ഈ വഴിപാട് നടത്തുവാനായി കണ്ടത്താർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ വളരെ ഇതാണ് ഇവിടെ കഠിന പായസം, അതേപോലെ ഈ ചെമ്പരത്തിമാല, മറ്റ് പല കാര്യങ്ങൾക്കും ഉള്ള ഏറ്റവും വിശേഷാലുള്ള ഇത് ആണ് ഈ ചെമ്പരത്തിമാല. ഈ കൂടുതൽ വഴിപാടുകളും മുട്ടറക്കലാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ട് വരുന്നത് ഈ മുട്ടറക്കലാണ്. അതും വളരെ എന്താ പറയുക, സാധാരണ ഒരു ഇതിനേക്കാൾ കൂടുതൽ അളവിൽ തന്നെ ഇവിടെ നടന്നു പോകുന്ന ഒരു രീതിയുണ്ട്. ആൾക്കാർ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അതെന്താണെന്ന് വിചാരിച്ചാൽ അതിവിടെ വന്ന് പ്രാർത്ഥിച്ച് മുട്ടറുത്ത് പോയാൽ അവർക്ക് പല കാര്യങ്ങൾ നടന്നതായിട്ടും പലർക്ക് പലതരത്തിലുള്ള അനുഭവ കഥകൾ അവരിവിടെ വന്ന് പറഞ്ഞു പോകുന്നത്, നേടുന്നതായാലും നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നതിലായാലും എല്ലാം ഇവിടെ വളരെ എന്താ പറയുക, ആ രീതിയിലുള്ള വഴിപാടുകളും ആരാധനകൾക്കും വളരെ അധികം പ്രചാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വന്നു പോകുന്നവർ പലരും പറയുന്ന കഥകൾ ആ രീതിയിലുള്ള ഇതാണ്. നഷ്ടപ്പെട്ട പല സാധനങ്ങൾ അവർക്ക് കിട്ടി എന്നുള്ളതും, അതേപോലെ വിവാഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടന്നാൽ പലരും ഇവിടെ താലി, അതേപോലെ പട്ടും താലിയും ചാർത്തുക, അതേപോലെ എണമാല ചാർത്തുക എന്നുള്ള ആ രീതിയിലുള്ള അനവധി കാര്യങ്ങൾ ഇവിടെ, അത് ഭക്തരുടെ ആ പെരുമാറ്റത്തിൽ നിന്നും അവരിവിടെ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, അത് അവർക്ക് അതിൻ്റെ ഫലപ്രാപ്തി അവർക്ക് എത്തി എന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്കത് തോന്നുന്നത്. ആ രീതിയിലുള്ള അനവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ ഇവിടെ കഴിയും. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ആൽത്തറയിൽ നാഗപ്രതിഷ്ഠ നിലകൊള്ളുന്നു. എല്ലാ ആയില്യം നാളിലും നാഗദൈവങ്ങൾക്ക് വിശേഷാൽ പൂജയും നാഗപൂജയും 100 പാലും വഴിപാടുകളും നടന്നുവരുന്നു. മീനമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ബ്രഹ്മശ്രീ കുളപ്പുറത്ത് മനയ്ക്കൽ ശ്രീകൃഷ്ണകുമാർ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നാഗപ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കുന്നു. നവരാത്രി മഹോത്സവം എല്ലാ വർഷങ്ങളിലും ഗംഭീരമായി ആഘോഷിച്ചു വരുന്നു. ഇതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൂജവെപ്പ്, വാഹനപൂജ, വിദ്യാരംഭം എന്നിവ നടത്തിവരുന്നു. തന്ത്രം കൈകാര്യം ചെയ്യുന്നത് ഈ അമ്പലത്തിലെ തന്ത്രി എന്നുള്ളത് ആണ്ടലാടി ഉണ്ണി നമ്പൂരിയാണ്. ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉള്ള ഒരു ക്ഷേത്രമാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 2nd ഗ്രേഡുള്ള ഒരു ക്ഷേത്രമാണ്. അത് വളരെയധികം ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരു അതിൻ്റെ ഭരണ സമിതിയെ സഹായിക്കുന്ന രീതിയിലുള്ള കമ്മിറ്റികൾ, മാതൃസമിതികൾ, അല്ലെങ്കിൽ ട്രസ്റ്റി ബോർഡ്, സർക്കാരിൻ്റെ ഇതിനനുസരിച്ച് വരുന്ന ട്രസ്റ്റി ബോർഡുകളായാലും എന്തായാലും ആ രീതിയിൽ വളരെ എന്താ പറയുക, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വികസനത്തിന് അനുയോജ്യമായ രീതിയിൽ അവരുടെ ഇടപെടലുകൾ അത് വളരെ ഭംഗിയായിട്ട്, മറ്റ് പല ക്ഷേത്രങ്ങളിലും നമുക്ക് അങ്ങനെയാണല്ലോ ഉദാഹരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളെ നമ്മൾ ഉദാഹരണത്തിനെടുക്കുന്നത്. മറ്റു പല ക്ഷേത്രങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇടപെടലും മറ്റു കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ഈ ഭക്തരുടെ എന്താ പറയുക, നിസ്സീമമായ സഹകരണങ്ങൾ കൊണ്ടും അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അവർ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത് കൊണ്ടും എല്ലാം ഉള്ള ഒരു എന്താ പറയണ്ടേ, ആ ഇടപെടലാണ് ഇതിലേറ്റവും കൂടുതൽ ഗുണമെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. വർഷങ്ങളായി രാഗരത്നം ശ്രീ മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്ററാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നത്. നിരവധി കുട്ടികൾ ഇതിനായി ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി വാഹനങ്ങളും പൂജയ്ക്കായി ഇവിടെ എത്തിക്കുന്നു. മംഗല്യ തടസ്സങ്ങൾ നീങ്ങുന്നതിനും
മംഗല്യ സൗഭാഗ്യം ലഭിക്കുന്നതിനുമായി ശ്രീ പനയൂർ കാവിലമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് മംഗല്യപൂജ നടന്നുവരുന്നു. പലതരത്തിലുള്ള ആൾക്കാരുടെ വിഷയങ്ങളും മറ്റതൊക്കെ കൈകാര്യം ചെയ്യുമ്പം നമുക്ക് തോന്നുന്ന കാര്യങ്ങളും ആ രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു മൂർത്തീഭാവത്തിലെത്തുന്നത് ആ രീതിയിലാണ്. അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പണ്ട് ഈ സത്യം ചെയ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വന്ന് സത്യം ചെയ്ത് അല്ലെങ്കിൽ സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അങ്ങനെ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതും ഇപ്പോഴും പല രീതിയിൽ നിന്ന് ഇവിടെ നടക്കുന്നുണ്ട്. വളരെ ദൂരെ നിന്നുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഇവിടുത്തെ ഒരു രീതി പറഞ്ഞിട്ട് വെച്ചാൽ ഉദ്ദേശിച്ചിരിക്കുന്ന ദിവസം തിരക്ക് തോന്നിയില്ലെങ്കിലും അത് വളരെ പെട്ടെന്നായിരിക്കും തിരക്ക്. നമുക്ക് ഇന്ന് തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ അന്നായിരിക്കും തിരക്കുണ്ടാവുന്നത്. ഇവിടെ ഈ അടിമക്കാവായതുകൊണ്ട് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ആ രീതിയിലുള്ള തിരക്കുകൾ വളരെയധികം കൂടുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പം ഒരു കൃത്യമായ എല്ലാ ദിവസവും വന്നു പോകുന്ന അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം വന്നു പോകുന്ന ഒരു ഭക്തരുടെ രീതിയല്ല. ഇവിടെ ഈ അടിമക്കാവെന്നുള്ള അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വർഷത്തിൽ 1 പ്രാവശ്യം മറ്റതും വന്നു പോകുന്നവരാണ്. അതാണെങ്കിൽ തന്നെ ഇവിടെ നല്ല രീതിയിൽ ഒരു തിരക്ക് കാണുന്ന ഒരമ്പലമായിട്ടാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. വിശേഷാൽ ദിവസങ്ങളിലൊക്കെയാണ് വെച്ചാൽ പ്രതിഷ്ഠാ ദിനം അല്ലെങ്കിൽ മറ്റ് ഈ ഉത്സവകാലങ്ങളിൽ എല്ലാം ഇവിടെ അന്നദാനവും അതേപോലെ പ്രസാദകൂട്ടായിട്ടൊക്കെ വളരെ സജീവമായ രീതിയിൽ തന്നെ കർക്കിടക മാസത്തിലാണെന്ന് വെച്ചാൽ എല്ലാ കൂടിയാഴ്ചകളിലും ഇവിടെ ആ രീതിയിലുള്ള ഭക്ഷണം ഇവിടെ വന്നു പോകുന്നവർക്ക്, വളരെ ദൂരെ നിന്ന് വന്നു പോകുന്നവരുടെ ആ ബുദ്ധിമുട്ടുകൾ കണക്കാക്കിക്കൊണ്ട് അവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്ന കുറേ രീതികൾ ഇവിടെ അതുണ്ട്. അതെല്ലാം ഈ അമ്പലത്തിൻ്റെ തന്നെ വികസനത്തിൻ്റെ ഭാഗങ്ങളായിട്ടാണ് തോന്നുന്നത്. വർഷത്തിലൊന്നു വീതം തുടർച്ചയായി 3 വർഷം മംഗല്യപൂജയിൽ പങ്കെടുത്തവർക്ക് ഫലപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. മംഗല്യപ്രാപ്തി നേടിയതിനു ശേഷവും മംഗല്യപൂജ പൂർത്തീകരിക്കുന്നത് ഐശ്വര്യദായകമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വഴിപാടാണ് മഹാഗുരുതി പൂജ. ശത്രുബാധ മോചനത്തിനും ശാരീരിക മാനസിക ക്ലേശങ്ങൾ അകറ്റുന്നതിനും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും വേണ്ടി ഭക്തജനങ്ങൾ മഹാഗുരുതി പൂജ വഴിപാടായി നടത്തിവരുന്നു. ഇത് കടമ്പൂർ ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാലത്തിന് തൊട്ടടുത്ത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ കടമ്പൂർ ഹൈസ്കൂളുണ്ട്. ആ ഹൈസ്കൂളിൻ്റെ നേരെ പുറകുവശത്തായിട്ടാണ് ഏകദേശം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ കടമ്പൂർ അവിടെ ഓട്ടോറിക്ഷ സ്റ്റോപ്പിലിറങ്ങിയാൽ റിക്ഷകൾ മറ്റു കാര്യങ്ങളൊക്കെ അനവധിയുണ്ട്. ഒരു 2 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് പോന്നാൽ ഇതെത്തുന്നതാണ്. പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മംഗലാംകുന്നത്ത് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒറ്റപ്പാലം ബസ് കയറിയാൽ കടമ്പൂർ ഇറങ്ങി അങ്ങനെ കടമ്പൂർക്ക് വരാവുന്ന ഈ അമ്പലത്തിലേക്ക് എത്തിപ്പെടാവുന്നതുണ്ട്. ഇനി കടമ്പഴിപ്പുറം ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ കടമ്പഴിപ്പുറത്തുനിന്ന് ആലങ്ങാട് വഴി ഈ ഭാഗത്തേക്ക് എത്തിപ്പെടാവുന്നതാണ്. ഈ വഴി ബസ് റൂട്ട് ലേശം കുറവാണ്, എന്നാലും റിക്ഷകളും മറ്റു കാര്യങ്ങളെല്ലാം അനവധിയായിട്ട് കിട്ടും. സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് കടമ്പഴിപ്പുറം പാലക്കാട് ഭാഗത്തുനിന്ന് കടമ്പഴിപ്പുറത്തുനിന്ന് വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ള വഴികളുണ്ട്. നല്ല ടാറിട്ട റോഡുകളാണ് ഇതെല്ലാം. റെയിൽവേ സ്റ്റേഷനാണെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലത്താണ്. ഒരു ടൗണ് വരുന്നതും ഒറ്റപ്പാലാണ്. പിന്നെ ഒരു ടൗൺ വരുന്നത് ചെർപ്പളശ്ശേരിയാണ്. കടമ്പഴിപ്പുറം അങ്ങനെ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഏകദേശം നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു മലയുടെ മുകളിലാണ്. പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രമാണിത്. മറ്റു തരത്തിലാണെങ്കിലും വന്നു പോവായാലും ഒരിക്കൽ ഒന്ന് കാണാനും ഒക്കെ വളരെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വന്നാൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ്. മനോഹരമായ 2 കുളങ്ങളുണ്ട്. ക്ഷേത്രക്കുളമുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വളരെ വലിപ്പം കൂടിയ ഒരു പഞ്ചായത്ത് കുളമുണ്ട്. അങ്ങനെ വളരെ രസകരമായ രീതിയിൽ പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രമാണിത്. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്
വളരെയധികം ഗുണകരമായിരിക്കും.